ആ വെടി വെച്ച് കൊന്നളനെ. അയ്യോ, അതിന്റെ ചാർജ് തീർന്നു. ഈ സ്റ്റോം എന്താ സാധനം? ഓ ഷിറ്റ് 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 ഷിറ്റ്. എന്റെ ദിവസം കൂടുന്നു നോക്ക്. ഇതുണ്ടോണേ. ഓ ഇതിന് കൂൾ ടൈം ഉണ്ട്. എന്റെ ഡേയ്സിൽ കണ്ടോണേ. എന്റെ ഡേയ്സ് ഇപ്പൊ കൂടുവേ. തണ്ടർ സ്ട്രൈക്ക് ആണിത്. വേറെ വേറെ എന്തോ വേറെന്തോ വേറെ. ആ ഇതാണല്ലോ. ഒന്നും കൂടെ പിടിച്ചു. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എം കെ ഗെയിം ഓറിൻ്റെ ഒരു അടുത്ത എപ്പിസോഡുമായിട്ട്. അടുത്ത എപ്പിസോഡല്ല, അടുത്തൊരു വീഡിയോ ആയിട്ട്. കാരണം ഇത് ആർഎൽ ക്രാഫ്റ്റ് അല്ല, അഡ്വഞ്ചർ ക്രാഫ്റ്റ് ആണ്. നമ്മുടെ കോർ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഏകദേശം കട്ടം എലക്ട്ര കണ്ടുപിടിച്ച് അതിലുള്ള സ്ട്രക്ചറെല്ലാം കണ്ടുപിടിച്ച് ഇതൊന്നും ചെയ്യാനില്ല അതിൽ വീഡിയോസ് ആയിട്ട്. ഇന്ന് ഞങ്ങൾ കളിച്ച് ബിൽഡെല്ലാം ഉണ്ടാക്കി കഫേ അതും ഇതൊക്കെ ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഏകദേശം തീർന്നു. ഇനി വേറെ മോഡും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന മുമ്പ് എനിക്ക് പറയാനുള്ള മെയിനായിട്ട് വ്യത്യാസങ്ങൾ, ഒന്ന് ആക്ഷൻ ആൻഡ് സ്റ്റഫ് ഞാൻ കയറ്റിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഇന്റേണൽ കേവ് സെറ്റിങ്സ് കാണിച്ചത്, അതാ കുറച്ചും കൂടെ ബെറ്റർ. അടുത്ത സെറ്റിങ്സ്, റിസോഴ്സ് പാക്ക്, ആക്റ്റീവ്, ആക്ഷൻ ആൻഡ് സ്റ്റഫ്, ഇന്റേണൽ, ബെറ്റർ സ്ട്രക്ചർ, ഇന്റേണൽ കേവ്, ബാക്ക് പാക്കിൻ്റെ ജാവ, ബേസ്റ്റോണ്. അത് തന്നെ, വേറൊന്നുമില്ല വലിയ. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ബെഡിൽ കിടന്നുറങ്ങാം. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എന്തോന്ന് വെച്ചാൽ, അവിടെ മാജിക് ബുക്കില്ലേ, ആ ബുക്കിൻ്റെ മാജിക് അല്ല ഇമ്പോർട്ട് ആക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിനെന്തായിരുന്നു പറയുന്നതൊക്കെ. സാധനം എടുത്ത് നോക്കട്ടെ ഒരു സെക്കൻഡ്. അതിനെന്തോ പറയും. യെസ്, ഫോർജിൻ. ഫോർജിൻ നമ്മൾ ഉണ്ടാക്കുമല്ലോ, നമുക്ക് കണ്ടുപിടിക്കണം അതിൻ്റെ ഇത് സ്ട്രക്ചർ എനിക്ക് കിട്ടിയേക്ക്. അതുകൊണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിനി നേരെ അങ്ങ് പോയാൽ മാത്രം മതി. കാരണം അത് തന്നെ കഴിഞ്ഞ ഒന്നേ പൊട്ടിത്തെറിച്ച് കൈയല്ല, ഇതേപോലെ ഒരു പ്രാവശ്യം പൊട്ടിത്തെറിച്ച് ഞാനിങ്ങനെ വരുമ്പോ ടാന്ന് പറഞ്ഞിട്ട് പേടിച്ചു പോയിക്കതാന്. നമ്മുടെ ഡ്രാഗൺ കുട്ടി നോട്ടോ. അത് എവിടെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ, ആ ലൊക്കേഷൻ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചായി അതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ട്. അത് പിന്നെ ഞാൻ ഇത് കളിക്കാണ്ടായതിനു ശേഷം ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് വെറുതെ എടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒന്നും കണ്ട. അപ്പം വിചാരിച്ച് കളിക്കാമെന്ന്. 3068 5900. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് എത്തിയിട്ട് ഇനി ഈ വീഡിയോ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അവിടെ എത്തിയിട്ട് ആ ഫോർജ് എടുക്കുന്നൊക്കെ കാണിക്കാം. ഓക്കെ, അല്ലാണ്ട് ലാഗാക്കാൻ നിൽക്കുന്നില്ല. ഏറടൂ ടാപ്പാങ്. ഇപ്പോൾ ഗൈസ്, ഞാൻ ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുമായിരുന്നു ഇതിന് വേണ്ടി, തമ്നെയിലിന് വേണ്ടി. അപ്പം നമുക്കിനി ഇതാണ് ലൂട്ട് ചെയ്യാനുള്ളത്. ഈ ബിൽഡിങ്ങിൽ കയറിയിട്ട് നമുക്ക് ലൂട്ട് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ തന്നെ പോയിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവുക എന്തോ. ഓ മോനെ, ഇത് എല്ലാ സാധനം ഉണ്ടല്ലോ. ഇവിടെ വന്നിട്ടില്ല, അതിന് മുമ്പേ ഫൈറ്റ് വന്നു.
ഇതാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമല്ലാത്തത്. സാധനമല്ലോ കുറെ സാധനമുണ്ടോ. എനിക്ക് ത്രോൺസ് ഉണ്ടേ, നിനക്കൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. അമ്മമാര് സ്പോണാവാൻ നല്ല സമയം അതിലും നല്ലതാണ് കയറി പോകുന്നത്. ഇവിടെ എല്ലാം ചെസ്റ്റ് ഉണ്ടോ നോക്കിട്ട് കാണായിരുന്നു. ഇവിടെ എന്താ ചെസ്റ്റ് നെഹി. ഇതാണ് നമ്മുടെ ഫോർജ് അല്ല എന്നോട് നമുക്ക് എടുത്തൊക്കെ ഫോർജിൻ സെറ്റപ്പ്. അപ്പൊ നമുക്കിനി ഇത് എടുത്തോണ്ട് പോകാം. അതിന് മുമ്പ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം. എൻ്റെ ബ്ലോക്സ് ഉണ്ട്. ബ്ലോക്കിലേക്ക് നമ്മൾ ബ്ലോക്ക് ഉണ്ടാക്കുമല്ലോ. എല്ലാവരും എനിക്കൊരു സ്ക്രീൻഷോട്ടും കൂടെ എടുക്കണം. രാത്രിയായല്ലേ, അപ്പൊ നമുക്കിത് കളക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം. ഈ ചനന്തി വല്ലല്ലോ ഇവിടുന്ന് ചാടാൻ പറ്റില്ല. ഇവിടെ റൂയിൻസ് ഉണ്ടായിരുന്നു പറഞ്ഞത്. നമുക്ക് ടെലിപ്പോർട്ട് ആയാൽ പോടാ. അപ്പം ഗൈസ് ഞാൻ ഇനി തിരിച്ചൊന്ന് വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, എത്തി. നീ ഇവിടെ നിൽക്കും പേടിപ്പിക്കാനായിട്ട്. അപ്പം നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ളൊരു സ്ഥലം വേണം. പോച്ചോക്ക് ബാഗായി. ഇപ്പൊ നിങ്ങളത് കണ്ടപ്പോ വിചാരിച്ചിട്ടുണ്ടോ അതങ്ങനെ സംഭവം? ഈ ആഡ് ഓൺ വെച്ചാൽ ഇപ്പൊ ഫ്രീ ആയിട്ട് മൈൻക്രാഫ്റ്റ് തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ്. ഇതിൽ ആട്ടോ റിപ്പേള്, സോർബ ഉണ്ട്, ലാൻഡേണ്, ആട്ടോ സോർട്ട്, നിങ്ങൾ കാണുന്ന എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ചാലഞ്ച് ഉണ്ട്, എടുപ്പ് നമുക്ക് പുറത്താക്കാം. അതാ ബെറ്റർ. നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പണിഞ്ഞു വെക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മുടെ ക്രീപ്പർ എന്താണ് പ്രശ്നം? നമ്മുടെ ക്രീപ്പറിനൊന്നും എപ്പോൾ നോക്കിയാലും ദേഷ്യമാണ്.
ചെലന്തി നടക്കണ്ട. ഇവിടെ ക്ലീൻ ആക്കിട്ട് ഇവിടെ വെച്ചാലോ? ഇവിടെ വെക്കാം. ഇതും കൊണ്ടോ. ഇവിടെ അപ്പം നമുക്ക് ഫസ്റ്റ് സെന്റർ വെക്കണം. ഇവിടെ വെച്ചല്ലേ, ഇവിടെ വെക്കാൻ പറ്റൂലേ? യെസ്, 1 2 3. അപ്പൊ നമ്മുടെ ഫോർജ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിക്കേണ്ട എങ്ങനെയാന്ന് നോക്കണം. എനിക്ക് അറിഞ്ഞത് എങ്ങനെയാണ് കറക്റ്റ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്. ഇത് 0 ആയില്ല. ഇതാണ് തോന്നുന്നു ഉപയോഗിക്കേണ്ട. ഇത് വെച്ചിട്ട് അത് ഇതിന്റെ പുറകിൽ വെക്കുവാണോ? എന്നിട്ട് എന്തോ ഒരു സാധനം വേണ്ട അടിക്കാന്. അതെന്തായിരുന്നു സാധനമോ? പറഞ്ഞില്ല, അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാ ഇതാക്കുക? അയ്യോ, ആദ്യം അത് ഞാൻ പോയി ഉണ്ടാക്കിയിട്ട് വരുന്നു. ഇവിടെ പൂട്ടിയിട്ടേക്കോ. ക്രാഫ്റ്റിംഗ് ടേബിൾ പോകണോ? സ്റ്റിക്ക് വേണമല്ലോ. സ്റ്റിക്ക് ഏതെങ്കിലും ഒന്നിൻ്റെ അകത്തുണ്ടോ? ഇല്ലേ, ഇല്ല എന്ന് പറയരുത്. ഇല്ല. അപ്പൊ സ്റ്റിക്ക് ഉണ്ടാക്കാനല്ല ഡോർ, എന്ത് ചെയ്യാനും. ഇതിപ്പോ കോബിൾ സ്റ്റോൺ അവൻ്റെ അടുത്ത സാധനം. കോബിൾ സ്റ്റോൺ ഇല്ലാണ്ട് വിൽക്കൂല. ഞാൻ എവിടെയോ കണ്ടിട്ട് കോബിൾ സ്റ്റോൺ. യെസ്, കോബിൾ സ്റ്റോൺ കിട്ടി. ഇനി ഫോർജ് ഉണ്ടായിക്കൂടെ? യെസ്, ഫോർജ് ഉണ്ടാക്കാം. ഈ മഴ ആദ്യം കളയട്ടുണ്ട്. സ്ലീപ്പ് എൻ്റെ രണ്ട് പെയിന്റുകൾ. ഇതെങ്ങനെ വേണ്ടി അടിക്കുന്നത്? ഇങ്ങനെയല്ലേ അടിക്കുന്നത്? ഞങ്ങൾക്ക് എതിരായിരിക്കും. യെസ്, യെസ്, ഫുൾ പവേർഡ്. നമ്മുടെ ഇതുപോലെ തന്നെ എന്തേ അങ്ങനെ ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ആവശ്യമുള്ള എല്ലാ സാധനം ഇതാക്കിയിട്ട് വരണം. ഇതൊക്കെ എന്തൊക്കെയാ പവർ പോലും എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റ്. എന്തായാലും ഞാൻ എല്ലാം പവർ ആക്കാൻ പോന്ന. എല്ലാം റീചാർജ് ചെയ്ത് വെക്കട്ടെ. യെസ്, അടുത്ത ബുക്ക് പോരട്ടെ. അടുത്ത എവിടെയാ? കണ്ടന്റ് ആർമീന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, നല്ല സുഖമായിരുന്നു. എന്താ influence material could not be applied. Why not? നോക്കാം നമുക്ക്. ഒരാട്ടും കുട്ടീൻ്റെ താന്തി പോയിരിക്കുന്നത് ബെറ്റർ. അല്ലെങ്കിൽ എവിടെ നടി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. മറ്റേ എൻ്റെ ടോട്ടോ ഫണ്ടായി പോയ പോലെ. When use this item?
ബുക്ക് നോക്കണം. അതേതായിരുന്നു ഫോർജ്? ബുക്ക് ഏതായിരുന്നു? വാക്സ് വീക്ക്നെസ്. വാക്സ് വീക്ക്നെസ് നോട്ടാണ്. ബാക്ക് വീക്ക്നെസ്. ഇത് ഫോർജ്. ഓക്കെ. Launch a dark curse of strike enemy on the impact, slowing them, applying weakness and mining fatigue. ഓക്കെ. കറസ് പ്രൊജക്റ്റ് ആയിരുന്നു. ഇതെങ്ങനെ ഇതാക്കി എടുക്കണമെന്ന് പറയുന്നില്ല. Crack rings are used to infuse material to recharge or spell. Each recharge will recharge the spell. Yes, sir. എനിക്ക് തോന്നുന്നു ഇതാക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എല്ലാം ഡയറക്റ്റ് നടക്കൂല തോന്നുന്നു. നോട്ടെ, ജസ്റ്റ് ഒന്ന് ഇത് ക്രാക്കഡ് ആക്കട്ടെ, എന്നിട്ട് നോക്കാം. ഇവിടെ പോയി ഫർണിസിൽ ഒന്ന് കൊണ്ടാക്കട്ടെ. പെട്ടെന്ന് നോക്കാം. പുതിയ ആർമർ മെറ്റീരിയലൊക്കെ വന്നു അതിൻ്റെക്ക്. കുറെ മാറിയിരിക്കുന്നു ഗായ്സ്, പഠിക്കാൻ ഇഷ്ടം മാതിരി. ഇപ്പൊ നടക്കാൻ തോന്നുന്നു. യെസ്, ഇതും കഴിഞ്ഞ് വീക്ക്നെസ്. ഓഹോ, നിനക്ക് ഇത് പുതിയ സാധനം തന്നെ തരാം നിങ്ങക്ക് എല്ലാത്തിനും. എന്താ ഇങ്ങനെ പ്രൊജക്റ്റൈലാ പറഞ്ഞ പോലെ അല്ലേ? അടുത്ത സാധനം തോന്നോട്ടെ. ഡ്രാഗൺ കുട്ടി അയച്ചുകൂടെ എന്നാല്? വെടി വെച്ച് കൊന്നളനെ. അയ്യോ, അതിന്റെ ചാർജ് തീർന്നു. ഈ സ്റ്റോം എന്താ സാധനം? ഓ എന്റെ ദിവസം കൂടുന്നു നോക്ക്. ഇതുണ്ടോണേ? ഓ, ഇതിന് കൂൾ ടൈം ഉണ്ട്. എന്റെ ഡേയ്സിൽ കണ്ടോണേ. എന്റെ ഡേയ്സ് ഇപ്പൊ കൂടുതൽ. തണ്ടർ സ്ട്രൈക്ക് ആണിത്. വേറെന്തോ ആ, ഇതാണുള്ളത്. ഒന്നും കൂടെ കുറിച്ചു. അപ്പം നമ്മൾ ഇനിയും കുറെ റൂയിൻ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. ഞാൻ ഒന്ന് പോയി കിടന്നിട്ട് വരുന്നു. കിടക്കാൻ പോയായിരുന്നു ഫർണസിലേക്ക് പോകുന്നത്.
ചാർജ് ഇല്ല എന്താണ് സംസാരിക്കാത്ത ഓണാക്കണം. ഡെയിലി ഓണാക്കിക്കോളൂ. ആ ചാർജിൽ കുത്തണം. പിന്നെ നമ്മുടെ കയ്യിൽ വേറെ ബുക്കൊന്നും ഇല്ലല്ലോ. അമ്മാന്റെ ഒരു വിശ്വാസം നോക്കി. അപ്പോൾ ഇതിന്റെ അകത്ത് ഇപ്പൊ ഹിസ്റ്ററി മനസ്സിലാവും നമുക്ക്. പിന്നെ അയച്ചതിനെ പറ്റി അപ്പം നമ്മുടെ കയ്യിൽ നിലവിലുണ്ടായിരുന്ന ഇതും ഈ സംഭവമൊക്കെ എന്താ നോക്കണം എനിക്ക്. ഇതൊക്കെ നാം നോക്കി പഠിച്ചിട്ട് അടുത്ത എപ്പിസോഡിൽ നാം പറഞ്ഞുതരാം. ആർക്കൈൻ ബോൾട്ടിന്റെ ഇത് സ്ട്രൈക്ക് തീർന്നു. വാക്സ് വീക്ക്നെസ് സെയിം സാധനം തന്നെ. വാക്സ് വീക്ക്നെസ് തന്നെ അത് വലിയ സംഭവം. അപ്പൊ സംഭവിച്ചു. ഓ ഇങ്ങനെയും ചെയ്യായിരുന്നല്ലേ. ആർക്കൈൻ ബ്ലോട്ട് ഇത് കൊള്ളാം. ആർക്കൈൻ ബ്ലോട്ട് ഫുള്ളായ യെസ് ഫുള്ളായി. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു. അത് മാറാറില്ല. ഞാൻ അയച്ച് കുറച്ചു നേരം കളിച്ചിട്ട് അതുകൊണ്ട് ഫുൾ അപ്ഡേറ്റ് ഒന്ന് മാറിപ്പോയി. അപ്പൊ നമുക്കിനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ബെറ്റർ ഫുള്ള് ഞാനൊന്ന് പഠിക്കട്ടെ പോയിട്ട്. അല്ലാണ്ട് പിച്ചും പേയും പറയുന്ന പോലെ ഇരിക്കും. വെടി വെച്ച് കൊല്ലുന്നില്ല. നിക്കടവിടെ. 3 വെടി ആവശ്യമുള്ളൂ കൊല്ലാന്. ഇതിനെന്താ അല്ലാണ്ട് ഈ മാജിക് ഈ ക്രിസ്റ്റൽ വെച്ചിട്ട് കാറ്റലിസ്റ്റ് ആയത്. കാറ്റലിസ്റ്റ് എന്തോ സാധനം അത് വെച്ചിട്ട് കൂട്ടാൻ പറ്റും. അപ്പം ഞാൻ ഇത് കൂട്ടിയിട്ടൊക്കെ എങ്ങനെയാന്ന് നോക്കട്ടെ. അപ്പം നമുക്കിനി അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.